കൂട്ടുകാരെ നമസ്കാരം, കാസിം ഭായി ആണ് കേട്ടോ. അപ്പം ഇന്ന് ഇപ്പോൾ എന്നത്തെ പോലെ തന്നെ പതിപോലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ കിഴക്കേ കവടത്ത് കൂട്ടുകാരൊക്കെ എങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് എന്നെ കണ്ടപ്പോൾ ചുറ്റിപ്പറ്റി എൻ്റെ പുറകെ വന്ന് കൂടിയിട്ടുണ്ട്. കാരണം ഇവരെവിടുന്നാണെന്നറിയില്ല, ഞാനിവരെ കാണില്ല. പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഇവർ എൻ്റെ മുമ്പിൽ വന്ന് ചാടും കേട്ടോ. ആ സമയത്ത് എന്തെങ്കിലും കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ബാഗിലാണെങ്കിൽ ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ എപ്പോഴും കരുതും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ഡോഗ്സിനെ കാണുന്നില്ലായിരുന്നു, നമ്മുടെ ഈ ബ്ലാക്ക് മാനെ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അവൻ ഇന്ന് എവിടുന്നോ എൻ്റെ അടുത്തോട്ട് വന്നു. പക്ഷെ വന്നപ്പം പഴയ ഉഷാറൊന്നുമില്ല. അവൻ്റെ കാലിന് എന്തോ സംഭവിച്ചു. പിന്നെ മൊത്തം വല്ലാണ്ട് അവൻ ക്ഷീണം പിടിച്ചു കേട്ടോ. ഇപ്പോൾ ഭയങ്കര എനർജിയുള്ള ഡോഗായിരുന്നു അവന്. പക്ഷെ അവൻ എന്താ പറ്റിയെന്നറിയില്ല, അവൻ്റെ വയറൊക്കെ അങ്ങ് ഒട്ടി, കാലിൻ്റെ ഒരു ഭാഗം വല്ലാണ്ട് പിന്നെ ഒടിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കകവടത്തെ കുറേ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പാർക്കിംഗ് ഏരിയ ആണ്. കാറും ബൈക്കും ഒക്കെ ആയിട്ട് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഏതെങ്കിലും കാറിൻ്റെ ചുവട്ടിൽ വന്ന് കടന്നിട്ടുണ്ടാവും പാവം. അപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ചിലപ്പം പെട്ടെന്ന് വണ്ടി എടുത്തപ്പോൾ അവൻ്റെ കാലിൽ വണ്ടി കയറിയതായിരിക്കും. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ്സിൻ്റെയൊക്കെ മേത്ത് കണ്ടോ ഈ വല്ലാണ്ട് തൊലി പൊളിഞ്ഞു പോകുന്നത്. കുറേ ആൾക്കാർ ഇവരെ കാണുമ്പോൾ ബിസ്ക്കറ്റാണ് കൂടുതൽ മേടിച്ച് കൊടുക്കുന്നത്. അപ്പം ഈ തൊലി പൊളിയാനുള്ള കാരണം എന്ന് വെച്ചാൽ മധുരമുള്ള ബിസ്ക്കറ്റ് കൊടുക്കുമ്പം ഇവരുടെ ശരീരത്തിലെ രോമം വേഗം പൊഴിയും കേട്ടോ. അപ്പം ഇച്ചിരി മധുരം കുറഞ്ഞ ഏതെങ്കിലും ആറാറൂട്ട് പോലത്തെ ഏതെങ്കിലും ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കണം. ഇവർക്ക് കഴിക്കാനും ഇഷ്ടം ആറാറൂട്ട് പോലത്തെ ബിസ്ക്കറ്റാണ്. അപ്പം ഞാൻ മേരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് കൂടുതൽ ഇവർക്ക് മേടിച്ച് കൊടുക്കുക. അതൊന്നും വലിയ മധുരമൊന്നും ഇല്ലാത്ത ബിസ്ക്കറ്റാട്ടോ. അപ്പോൾ അതും മേടിച്ച് കൊടുത്തിട്ട് ഞാനങ്ങ് പോവുകയാണ്. പക്ഷേ ഇവനെ കുറേ ദിവസമായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അവൻ്റെ ശരീരമൊക്കെ അങ്ങ് മെലിഞ്ഞു പോയി, ആകെ ക്ഷീണം പിടിച്ചു. നല്ല ഉഷാറുള്ള ഡോഗ്സ് ആയിരുന്നു. എന്നാൽ എൻ്റെ പുറമെ തുള്ളി 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 വരുന്നവനായിരുന്നു കേട്ടോ. അപ്പം ഞാനിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുവാണ്. ഞാനങ്ങ് എത്തുന്ന വരെ ഇവൻ എൻ്റെ കൂടെ വരും. പക്ഷെ മറ്റവരങ്ങനെയല്ല, മറ്റൊരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അവരവർ പാടും നോക്കി പോകും. ഞാൻ കൊടുത്തില്ലെങ്കിൽ അവരെൻ്റെ പുറകെ വരുള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ല, ഭക്ഷണം കൊടുത്താലും ഞാൻ പോകുന്നവരെ, ഞാൻ സ്റ്റാളിലെത്തുന്നവരെ എൻ്റെ പുറകെ തന്നെ ഓടിത്ത് നോക്കി നോക്കി വരും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള പട്ടികളെ കാണുമ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാൻ മറക്കല്ലേ. അപ്പം എല്ലാവരോടും ടാറ്റാ.